നിങ്ങളൊക്കെ ആരാ? എന്താ ഇവിടെ? ഞാൻ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ ആശാ വർക്കറാണ്, 1ാം വാർഡിലെ. ഞാൻ തിരുമേനി കോട്ടാങ്ങൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ MLSP നേഴ്സാണ്. അല്ല, എന്തിന്റെ സർവേയാണ് നിങ്ങൾ എടുക്കുന്നത്? മവേലി, ഇത് നമ്മുടെ ശൈലിയുടെ 2ാം ഘട്ടമാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടം നമ്മൾ കഴിഞ്ഞ വർഷം വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഈ 2ാം ഘട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും ജീവിതശൈലി രോഗ സാധ്യതയുള്ളവരെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ, അതുപോലെ ഇതിൻ്റെ സങ്കീർണതകളെ കണ്ടെത്തുന്നതിനുള്ള ചോദ്യങ്ങൾ, ക്യാൻസർ രോഗ സംബന്ധമായ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ശ്വാസകോശ രോഗ സംബന്ധം, കേൾവിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ, പിന്നെ കാഴ്ചയെ സംബന്ധിക്കുന്നത്, മാനസികാരോഗ്യത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ, കുഷ്ഠരോഗത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചോദ്യാവലിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെടുത്തിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഓരോ വ്യക്തികളോടും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനനുസൃതമായി ഒരു സ്കോർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ സീബാക് സ്കോർ എന്നാണ് പറയുന്നത്. ഈ സ്കോർ 4നും അതിന് മുകളിലും വരുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയരാക്കുകയാണ് ചെയ്യുന്നത്. ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും നമ്മൾ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരോടും കൂടി അവരെ സ്ക്രീൻ ചെയ്യുകയും അതിൽ സങ്കീർണതകൾ പോകുന്ന ആൾക്കാരെ നമ്മൾ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഫലപ്രദമായി തന്നെ അവർക്ക് ഉപയോഗപ്പെടുത്താം. ഇതെനിക്ക് ചെയ്യാമോ? എന്തെല്ലാം രേഖകൾ അതിന് വേണ്ടത്? നമുക്ക് ആധാർ കാർഡാണ് മെയിനായിട്ട് വേണ്ടിയത്. ഈ ആധാർ തരുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് ആധാർ കാർഡ് ഉപയോഗിക്കുമ്പോൾ ആധികാരികമായി തന്നെ ഓരോ വ്യക്തികളുടെയും വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ സാധിക്കും. പക്ഷെ ഇതൊരിക്കലും നമ്മളിത് പുറത്ത് ലീക്ക് ആവുകയോ അല്ലെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നില്ല. ആരോഗ്യമുള്ളവരായിരിക്കാൻ നല്ലൊരു സംരംഭമാണല്ലോ ഈ ശൈലി 2. നിങ്ങളും നടത്തുക.